ബെൽജിയത്തിലെ ലൈംഗിക തൊഴില് നിയമപരമാക്കി. അത് 2024 മെയ്യിലായിരുന്നു ആ നിയമം പ്രാബല്യത്തിൽ വന്നത്. പക്ഷെ കഴിഞ്ഞ 1-ാം തീയതി മുതൽ അത് എഫക്റ്റിലുമായി. ബെൽജിയം മാത്രമല്ല, ബെൽജിയത്തിനൊപ്പം ജർമ്മനിയും നെതർലൻഡും ലൈംഗിക തൊഴില് ഒരു തൊഴിൽ വർഗത്തിൽ ഉൾപ്പെടുത്തി അവരും ചില നിയമങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. സെക്സ് വർക്ക് ഈസ് ഡീക്രിമിനലൈസ്ഡ് ഇൻ ബെൽജിയം. അതൊരു കുറ്റകരമല്ല ബെൽജിയത്തിൽ. പല ആൾക്കാരും ഇന്ത്യയിലും പല രാജ്യങ്ങളും അവരെയൊക്കെ ജീവിതമാർഗം സെക്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്കറിയാം. ഇന്ത്യയിലെ നമുക്കറിയാം, ബംഗാളിൽ ചെന്നാലും ബോംബെ ചെന്നാലും അവിടെ ഫ്ലാറ്റ് മുഴുവൻ സെക്സ് വർക്ക് തൊഴിലാളികൾ മാത്രം കിടക്കുന്ന 10-20 വർഷം മുമ്പ് ഞാൻ അവിടെ പോകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. കൽക്കട്ടയിലെ ഇഷ്ടംപോലെ 100 കണക്കിന് ഫ്ലാറ്റുകളുണ്ട്. ഏകദേശം 1 കോടി അധികം ആൾക്കാർ ജീവിക്കുന്ന പട്ടണമാണ്. അതുകൊണ്ട് കൽക്കട്ടയിലെ താഴ്ന്ന അല്ലാത്തവരും ഇപ്പോൾ സെക്സ് വർക്കിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ലീഗൽ ഇൻ ഇന്ത്യ എന്ന് വേണ്ടി പറയും. കാരണം നിയമപരമായി ഇന്ത്യയിലെ ഒരു വ്യക്തി സെക്സ് വർക്ക് ചെയ്താൽ, അത് പ്രോസിക്യൂട്ട് ചെയ്താൽ കേസ് നിലനിൽക്കില്ല. അതേസമയത്ത് ബംഗാളിലും അതുപോലെ അവർ ഒരു പ്രാദേശിക അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു ഇമ്മോറൽ ട്രാഫിക് ആക്ട്, പ്രിവെൻഷൻ ആക്ട് 1956 ഇന്ത്യയിൽ നിലവിൽ വന്നെങ്കിലും ബംഗാളിൽ 2014 സുപ്രീം കോടതിയിലെ അത് ചലഞ്ച് ചെയ്തു വന്നെങ്കിലും സുപ്രീം കോടതി അതിന് അനുകൂലമായ ഒരു തീരുമാനം കൊടുത്തു. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് റൈറ്റ് ടു ലിബർട്ടി, നമുക്ക് ജീവിക്കാനുള്ള ഇതും ആ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ എന്ത് പ്രവൃത്തി ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം നൽകുന്നത് വെച്ചിട്ട് ഒരു സ്ത്രീ ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി പണം ഉണ്ടാക്കിയാൽ അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോലീസിന് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് ഇമ്മോറൽ ട്രാഫിക് ആക്ട് 1956 അത് പ്രിവെൻഷൻ ആക്ട് നിലയിൽ വന്നെങ്കിലും ഇന്ത്യയിലെ ഇന്നും സെക്സ് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു ജോലിയുടെ ഭാഗമായി സെക്സിനെ കൊണ്ടുപോകാം. അതൊരു മാന്യമായ ഒരു തൊഴിലാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇപ്പം ബെൽജിയംകാരുടെ നിയമത്തിൽ പറയുന്നത്. കാരണം അവർക്ക് നിയമപരമായി ആ തൊഴിൽ ചെയ്യാൻ അവകാശമുണ്ട്. അതിൽ നിന്ന് അവർക്ക് ആവശ്യത്തിന് പണം ഉണ്ടാക്കാം. അത് മാന്യമായിട്ടായിരിക്കണം എന്നേ ഉള്ളൂ. അവർക്ക് ഒരാളുമായിട്ടൊരു കോൺട്രാക്ട് എത്തിക്കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അനുസരിച്ച് കോൺട്രാക്ട് ആക്ടിന്റെ പരിധിയിൽ അത് വരും. അവിടെ പണം കിട്ടിയില്ല, അല്ലെ ആവശ്യത്തിന് അവരെ നോക്കിയില്ല, അവരെയൊക്കെ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കോൺട്രാക്റ്റിനകത്ത് ബെൽജിയത്ത് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നോ പറയാനും അവകാശം. ഒരാളുമായിട്ടൊരു കോൺട്രാക്റ്റിൽ എത്തിയാൽ തന്നെ ആ സമയത്ത് തനിക്ക് അസൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞൊരു നോ പറയാനും ബെൽജിയത്തിൽ ആ നിയമവ്യവസ്ഥയെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ബെൽജിയത്തിൽ ഇതിപ്പോൾ ലീഗലൈസ് ചെയ്തെങ്കിലും ഇതിനു മുമ്പ് ബെൽജിയം ഒരു ലൂസായ ഒരു നിയമപരിധിയിലാണ് ഇതിനെ കൊണ്ട് നിർത്തിയിരുന്നത്. അതനുസരിച്ച് അവിടെ ധാരാളം പേര് ബെൽജിയത്തിൽ സെക്സ് വർക്കിന് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അവരെ ഒരു ഇന്റർവ്യൂ നടത്തിയതിൽ വർഷങ്ങളായിട്ട് സെക്സ് വർക്ക് ചെയ്തവർക്ക് ജീവിത സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് കരുതിയാണ് ഇവർ ഈ സെക്സ് വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് ജീവിതത്തിന് സുരക്ഷിതത്വം ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇന്നു വരെ ഉണ്ടായില്ല. ഫ്രീ സെക്സ് ആയിട്ട് നടന്നിട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും സെക്സ് ചെയ്യാൻ വരുന്ന ക്രിമിനൽസും ഒക്കെ അവരെ കൊന്നിട്ട് പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സെക്സ് വർക്കിന് സമയത്ത് ഡാമേജും പരിക്കേറ്റി അവർ ചികിത്സയിലായിട്ടുണ്ട്. ഇതെല്ലാം സർക്കാർ പരിഗണനയിൽ എടുത്തിട്ട് ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ചില ഹെൽത്ത് ഇൻഷുറൻസ് നിയമപരമാക്കി. ബെൽജിയത്തിലെ സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായി. സെക്സ് വർക്കിന്റെ സമയത്ത് അവർക്ക് അത് ഡെയിലി വേജസോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണ്. അതനുസരിച്ച് അവർക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെ അവർക്ക് പെയ്ഡ് ലീവായിട്ട് അംഗീകരിക്കാനും തുടങ്ങി അവിടെ. പിന്നെ സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഇത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെക്സിന് പോകാൻ കഴിയില്ല.
അവർക്ക് പെൻഷനും ബെൽജിയത്തിൽ ഇപ്പം അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ലോകത്തിന്റെ ഘടനയിൽ തന്നെ നമ്മൾ ഇതുവരെ ചിന്തിച്ചിരിക്കുന്ന പല കാര്യത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബെൽജിയം, അതുപോലെ തന്നെ ജർമ്മനിയും നെതർലൻഡും ബെൽജിയത്തിനെ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ നമ്മുടെ സുപ്രീം കോടതി ലിവിങ് ടുഗദർ, രണ്ടുപേര് തമ്മിൽ പ്രായപൂർത്തിയായ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ച അതൊരു ഒഫൻസ് അല്ല. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ലിവിങ് ടുഗദർ ധാരാളം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. അതിൽ പലർക്കും പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒന്നും ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോൺട്രാക്ട് എടുത്ത് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ബെൽജിയത്തിൽ അതിന് കോമ്പൻസേഷൻ ലഭിക്കും. അവിടുത്തെ നിയമം അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇപ്പം ആ നിയമം എഫക്റ്റിലാവുകയും ചെയ്തു. അപ്പം ഇൻഷുറൻസ് ആയി അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ലീവ് അനുവദിക്കും. അല്ലെങ്കിൽ ഒരാഴ്ച ലീവ് ഉണ്ടെങ്കിൽ അത് ആ ദിവസം പെയ്ഡ് അത് സർക്കാർ കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് പെൻഷൻ കൊടുക്കണം. കാരണം അവരുടെ ജീവിത വൃത്തിക്ക് അവർ സെക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊരു ഒരു ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ആയിട്ടാണ് ഈ രാജ്യങ്ങളിലെല്ലാം കണക്കാക്കുന്നത്. ഇന്ത്യയിലും അങ്ങനെ നിയമങ്ങൾ വന്നില്ലെങ്കിലും ഒരു ഫ്രീ സെക്സിലേക്ക് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ വേറെ ചില ബ്രോത്തൽ ഹൗസ് അങ്ങനെ നടത്താൻ പറ്റില്ല. കുറെ അധികം സ്ത്രീജനങ്ങളെ കൊണ്ടുവന്നിട്ട് സെക്സിന് അവിടെ ഫീസ് വാങ്ങിച്ചാൽ അത് ഇന്ത്യയിൽ നടത്താൻ പറ്റില്ല. അത് നമ്മുടെ ഈ നിയമം അനുസരിച്ച് നമുക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ 1956 നിയമം അത് പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള നിയമം അനുസരിച്ച് നമുക്കതിന് കഴിയില്ല. അതേസമയത്ത് തന്നെ ലിവിങ് ടുഗദർ ഇവിടെ ഇന്ത്യയിൽ ധാരാളം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ട്. ആ ലിവിങ് ടുഗദർ പാർട്ട്നേഴ്സ് മാറിക്കഴിഞ്ഞിട്ട് പലർക്കും ജീവിതത്തിൽ പല നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും പരിഹാരമില്ല. പക്ഷെ നെതർലൻഡ്സിലെ അവർക്ക് സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വളരെയധികം നിയമപരമായ ആനുകൂല്യങ്ങളും ഒരു തൊഴിലായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലും തദാനുസരണമായ നിയമങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിത സുരക്ഷിതത്വം നെതർലൻഡ്സിലെ ഈ സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര ഉന്നതിയിലല്ല എന്നാണ് അവിടുത്തെ ഒരു സ്റ്റഡിയിലെ കണ്ടെത്തല്. കാരണം പല ആൾക്കാരും ഇങ്ങനെയൊക്കെ പോകുന്നത് സ്വന്തമായിട്ട് ഒരു വീട് വേണം. പക്ഷെ ഭൂരിപക്ഷം സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഇതുവരെ സുരക്ഷിതത്വമായിട്ടില്ല. അവർക്ക് വീട് ലഭിച്ചിട്ടില്ല, അല്ല അതിനുള്ള വരുമാനമായിട്ടില്ല. അതാണ് നെതർലൻഡ്സിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അനുസരിച്ച് അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സേവിങ്സ് ഒന്നും ഇതുവരെ കാര്യമായിട്ട് നടത്താൻ പറ്റില്ല ഈ തൊഴിൽ പോയവർക്ക്. അതേസമയത്ത് പലരും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. പല ക്രിമിനൽസ് വന്നിട്ട് അവസാനം ഇവരെ കൊന്നിട്ട് പോവുകയുണ്ട്. സെക്സ് അതിലെ സമയത്ത് ഇവർക്ക് പലർക്കും പരിക്കേറ്റതിനും ചികിത്സയുണ്ട്. അങ്ങനെ ആണ് ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് വന്നതോടുകൂടി ഇങ്ങനെയുള്ള ഡാമേജ് വരുമ്പോൾ അതിനൊക്കെ കോമ്പൻസേഷൻ ആയി കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച സെക്സിന് പോകാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ആ ദിവസത്തെ ലീവ് അനുവദിച്ചുകൊണ്ട് അതിനുള്ള പെയ്ഡ് ആയിട്ടുള്ള അതിനുള്ള വേതനം അവർക്ക് ലഭിക്കും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിലും അത് 1/12/2024 മുതൽ ഇതവിടെ പ്രാബല്യത്തിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഉള്ളത്. അതേസമയത്ത് ബെൽജിയത്തിലെ ഈ സെക്സ് ഡീക്രിമിനലൈസ് അതൊരു കുറ്റമായിട്ട് അവിടെ ഇല്ല. അതുപോലെ തന്നെ ജർമ്മനിയിൽ അതൊരു കുറ്റമല്ല, നെതർലൻഡ്സിലും കുറ്റമല്ല. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നറിയത്തില്ല. നമ്മുടെ ട്രഡീഷണൽ വ്യത്യാസമാണ്. മറ്റുള്ള യൂറോപ്യൻകാരുടെ ലൂസ് മൊറയിലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഇന്ത്യക്കാർ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടുത്തെ നമ്മുടെ കുടുംബത്തിന്റെ കെട്ടുപാടുകളും ചുറ്റുപാടുകളും ആ ജീവിത രീതിയെല്ലാം വളരെ യൂറോപ്യൻ കൺട്രികളും വളരെ വ്യത്യസ്തമാണ്. എങ്കിലും സുപ്രീം കോടതി അത് ഈ അടുത്ത കാലത്ത് വന്ന ലിവിങ് ടുഗദർ അത് ലീഗലൈസ് ചെയ്ത പോലെ തന്നെ ഒരു ഉത്തരവ് വരികയും ചെയ്തു. അതുകൊണ്ട് ഇന്ത്യയിലും ഇതുപോലെയുള്ള നിയമങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു നിയമത്തിന് കാരണം ഇത് ആർട്ടിക്കിൾ 21 ഭരണഘടനയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ലിബർട്ടി, ആ ഒരു പരിധിക്കകത്ത് വരുന്നത് കാര്യമായതുകൊണ്ട് പശ്ചിമബംഗാൾ അങ്ങനെ ഒരു ചെറിയ മൈനർ ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. എത്രത്തോളം ശരിയൊന്നും അറിയത്തില്ല. എങ്കിലും ഇന്ത്യയിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സെക്സ് ചെയ്യുന്നതിന് അതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതേസമയത്ത് ബ്രോത്തൽ ഹൗസ് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ സെക്സിന് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ ബിസിനസ് പോലെ നടത്താൻ ഇന്ത്യയിൽ ഇന്നും അവകാശമില്ല. അതുപോലെ ഒപ്പം തന്നെ ഹോട്ടലിൽ സെക്സ് നടത്താൻ ഇന്നും, കാരണം അത് പല ആൾക്കാരും ഹോട്ടലിൽ വന്ന് താമസിച്ച് പോകുന്നതുകൊണ്ട് അവിടെ സെക്സിനുള്ള സെക്സ് വർക്ക് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടെ അതിനുള്ള അവസരം ഇന്ത്യയിലില്ല. മറ്റൊന്നല്ല, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്.
കുട്ടികളെ കൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പല രാജ്യങ്ങളും ഉണ്ട്, അങ്ങനെ പണവും ഉണ്ടാക്കുന്നുണ്ട്. അതും ഇന്ത്യയിൽ നിഷിദ്ധമാണ്. പക്ഷേ കാലക്രമത്തില് ഇന്ത്യയിലും, കാരണം ബോംബെയിലെ അണ്ടർവേൾഡ് മുഴുവൻ അറിയാം, ബ്രോത്തൽ ഹൗസ് ധാരാളമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ആ തൊഴിലിലേർപ്പെട്ട് ബോംബെ അണ്ടർവേൾഡ് ഉണ്ട്. അതുപോലെ ഡൽഹിയിലും ഉണ്ട് ചില ഭാഗത്ത്. അതുപോലെ കൽക്കട്ടയിൽ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്, ബോംബെയിലും കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലെ, കാരണം ബെൽജിയത്തിനെക്കാട്ടിലും കൂടുതൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഈ സെക്സ് വർക്കിനെ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ ആയിട്ട് ഇന്നും ഉപജീവനം നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് നിയമപരമായി അവർക്കുള്ള പ്രൊട്ടക്ഷന്, ട്രീറ്റ്മെന്റ്, ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഇനിയും അവർക്ക് വേണ്ടി വരും. കാരണം നിയമത്തിന്റെ സഞ്ചാരം അങ്ങനെയാണ് ലോകം മുഴുവൻ കാണുന്നത്. ഇന്ത്യയിലും അതനുസരിച്ചുള്ള ചില നിയമങ്ങളിലെ അവസ്ഥകൾ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതി പല കേസിലും വിധിയും വന്നിട്ടുണ്ട്. ആ കൂടത്തിൽ വന്നതാണ് ലിവിങ് ടുഗദർ എന്ന് ഞാൻ ആദ്യമായി പറഞ്ഞതിന്റെ കാരണം അതുകൊണ്ടാണ്. ഏതായാലും ബെൽജിയത്തിലെ സെക്സ് ഇപ്പോൾ ഒരു തൊഴിലായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. പുറകെ നെതർലൻഡും ജർമ്മനിയും അതേ നിയമം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നത്.